ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അവിലോസ് പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ അവിലോസ് പൊടി ഉണ്ടാക്കാറുള്ളത് അരിപ്പൊടി വെച്ചിട്ടാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഇതുവരെ നമ്മൾ അവിലോസ് പൊടി കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയിലാണ്. കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. മാത്രമല്ല സാധാരണ നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുക, ഇവിടെ ഞാൻ ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനും അതുപോലെ 4 മണി ചായക്ക് നമുക്ക് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഈ ഗോതമ്പ് പൊടി. ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നമ്മുടെ ശബരി ചക്കി ഫ്രഷ് ആട്ടയാണ്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് അവിലോസ് പൊടി ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ ഞാൻ 1 കപ്പിലാണ് ചെയ്യുന്നത്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് പൊടി വേവണം. നമ്മൾ റവയൊക്കെ വറുക്കൂലേ, അതുപോലെ നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു 10 മിനിറ്റ് എങ്കിലും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. വേവാത്ത പോർഷൻസ് ഒന്നും ഉണ്ടാവരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. പൊടി കരിയാൻ പാടില്ല. സെയിം ടൈം നന്നായിട്ട് വെന്ത് കിട്ടും കൂടി വേണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാം. ഗോതമ്പ് പൊടിയാണ്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് വറുത്തതിന് ശേഷം നമ്മളതവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്കുള്ള ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 ശർക്കരയും ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അത് ഞാൻ ഒരു പാനിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട്. അതിലുള്ള അഴുക്കൊക്കെ കല്ലൊക്കെ കളഞ്ഞതിന് ശേഷം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ശർക്കരപ്പാനിയാണ് വേണ്ടത്. അപ്പോൾ അത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അതിലേക്ക് ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, ഒരു ഹണി കൺസിസ്റ്റൻസിയിൽ നിന്നാൽ മതി, ഒരു 1/2 സ്ട്രിങ് കൺസിസ്റ്റൻസി നിന്നാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചിരവിയതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇനിയാണ് സൂക്ഷിക്കേണ്ടത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ശർക്കരയും നെയ്യും ഇതെല്ലാം കൂടി ഈ പൊടിയിലേക്ക് നന്നായിട്ട് പിടിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് എത്തണം. ഗോതമ്പ് പൊടിയായിട്ട് ഈ ശർക്കര നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പൊടി ഒന്ന് വേവും ചെയ്യും. നമ്മൾ വറുത്തപ്പോൾ പൊടി വെന്തിട്ടുണ്ടാവും, എന്നാൽ പോലും ഈ ചൂടിൽ കിടന്നൊന്ന് വേവണം. അത് കഴിഞ്ഞിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് സമയം പൊടിക്കണ്ട. ചൂടാറിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഞാനിപ്പോൾ ഒന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷമാണ് ഇതാ മിക്സിയിൽ ഞാൻ പൊടിച്ചെടുത്തു. കണ്ടോ, ഇപ്പോൾ ശരിക്കും നമ്മൾ അവലോസ് പൊടിയായി. മിക്സിയിൽ ഒരൊറ്റ കറക്ക് കറക്കിയാൽ മതി. ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഒരാഴ്ച വരെയൊക്കെ സുഖമായിട്ട് കേടുകൂടാതിരിക്കും. നമ്മൾ ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ കൊടുത്തു വിടാൻ നല്ലതാണ്. സ്കൂളിൽ നിന്നൊക്കെ വൈകുന്നേരം വരുന്ന മക്കൾക്ക് കൊടുക്കാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. കാരണം പഞ്ചസാര യൂസ് ചെയ്യണില്ല, അരിപ്പൊടി അല്ല ഗോതമ്പ് പൊടിയാണ്. ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവും റേഷൻ കടയിൽ നിന്ന് ഭക്ഷണ കിറ്റിൻ്റെ കൂടെ ഗോതമ്പ് പൊടി കിട്ടിയത്. ഇനിയിപ്പോൾ അത് തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് ഗോതമ്പ് പൊടിയായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഏത് ഗോതമ്പ് പൊടി കൊണ്ടും ചെയ്യാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്